6.5 മാസമായിട്ടുള്ള ഞങ്ങളുടെ ദുരിതമാണ് ഈ ഒരു വാർത്ത പുറത്ത് വന്നതോടെ മാറിക്കിട്ടിയത്. നിങ്ങളുടെ ആ ന്യൂസിന് ശേഷം നമുക്കത് അവർ വന്ന് ടെമ്പററി ആണെങ്കിലും അവർ അത് പരിഹരിച്ചിട്ടുണ്ട്. പൈപ്പ് പൊട്ടിയത് എവിടെയെന്ന് 6 മാസമായിട്ടും വാട്ടർ അതോറിറ്റിക്ക് കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഒരു പ്രദേശത്തേക്കുള്ള ജലവിതരണം പൂർണ്ണമായി മുടങ്ങിപ്പോയത് കഴിഞ്ഞ ദിവസം ഫോക്കസ് TV വാർത്ത നൽകിയിരുന്നു. കോട്ടയം ജില്ലയിലെ പത്തനാട് പരുത്തിമൂട് കുളത്തൂർമൂടി റോഡിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ജലവിതരണം കഴിഞ്ഞ 6 മാസമായി പൂർണ്ണമായി മുടങ്ങിയ സാഹചര്യത്തിൽ ഈ നാട്ടുകാർ ജില്ലാ കളക്ടർക്കും MLAയ്ക്കും വാട്ടർ അതോറിറ്റിക്കും അടക്കം പലതവണ പരാതി നൽകിയതാണ്. പക്ഷെ ഒരു നടപടിയും അതിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇത് സംബന്ധിച്ച ഒരു വാർത്ത നൽകിയത്. എന്താണെങ്കിലും ആ വാർത്ത ഫലം കണ്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യം ഈ വാർത്ത വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സംഭവത്തിൽ ഒരു താൽക്കാലിക പരിഹാരം ആയിരിക്കുകയാണ്. ഫോക്കസ് TVയോടുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരാത്തതാണ്. ഞങ്ങൾ അതുപോലെ പ്രതിസന്ധിയിലായിരുന്നു. ഒരു 6.5 മാസമായിട്ടുള്ള ഞങ്ങളുടെ ദുരിതമാണ് ഈ ഒരു വാർത്ത പുറത്ത് വന്നതോടെ മാറിക്കിട്ടിയത്. ഒരു രാഷ്ട്രീയ നേതാവിനോ ഒന്നും പരിഹരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നിങ്ങളൊരു വാർത്ത ചെയ്ത് ഞങ്ങൾക്ക് ശരിയാക്കി തന്നത്. ഇനി നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. കളക്ടർക്കും ജയരാജ് MLAയ്ക്കും ഒക്കെ പരാതി കൊടുത്തതാണ്. ഇതിപ്പോൾ 6.5 മാസമായിട്ടുള്ള ഒരു പ്രശ്നമല്ലേ. ഇത്രയും നാളായിട്ട് ഞങ്ങൾ എത്ര ഇടത്ത് അപേക്ഷകൾ കൊടുത്തിട്ടും നടക്കാത്തൊരു കാര്യമാണ് ഒരു വാർത്ത വന്നപ്പോൾ ഞങ്ങൾക്ക് അത് ശരിയായി കിട്ടിയത്. താൽക്കാലികമാണ്, എന്നാലും ഇത്രയും വെള്ളത്തിന് പ്രശ്നമുള്ള സമയത്ത് ഇതിങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കി തന്നതിൽ ഒരുപാട് ആശ്വാസം ഉണ്ട് ആ കാര്യത്തിൽ. ഇതവർക്ക് മുമ്പും ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. ഇങ്ങനെയെങ്കിലും ചെയ്തു തരണമെന്നേ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പം ഈ ഒരു 3 മാസക്കാലത്തല്ല നമുക്ക് ഒരുപാട് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുന്നത്. ആ സമയത്ത് നമുക്കൊരു താൽക്കാലിക പരിഹാരമെങ്കിലും ചെയ്തു തരണമെന്നാണ് നമ്മൾ നേരത്തെയും ആവശ്യപ്പെട്ടത്. 6.5 മാസമായിട്ട് നമുക്ക് വെള്ളമില്ലായിരുന്നു. അത് പൈപ്പ് പൊട്ടിയിട്ട് അവർ കണ്ടുപിടിക്കാനും പറ്റിയില്ല, അത് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ MLA കണ്ടു, എഞ്ചിനീയേഴ്സിനെ കണ്ടു, കളക്ടർക്കൊക്കെ പരാതി കൊടുത്തിട്ടും ഒരു റിപ്പോർട്ടോ റിസൾട്ടോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയില്ല. നിങ്ങളുടെ ആ ന്യൂസിന് ശേഷം നമുക്കത് അവർ വന്ന് ടെമ്പററി ആണെങ്കിലും അവർ അത് പരിഹരിച്ചിട്ടുണ്ട് കുറച്ച് നാളത്തേക്കെങ്കിലും. അത് പക്ഷേ നമുക്ക് ആവശ്യം വെച്ചാൽ പെർമനൻ്റായിട്ടൊരു സൊല്യൂഷനാണ്, അത് അവർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ 6 മാസത്തിന് മുമ്പ് മുതൽ കളക്ടർക്കും MLAയ്ക്കും ഒക്കെ ഞങ്ങൾ പരാതി കൊടുത്തതാണ്. അത് തീരുമാനമൊന്നും ഉണ്ടായില്ല. ഈ ഫോക്കസ് TVക്കകത്ത് ഇത് വാർത്ത വന്നേ പിന്നെയാണ് അവർ വന്ന് നോക്കുകയും അത് ചെയ്തു തരികയും ചെയ്തു. അപ്പം ഇന്നലെ എല്ലാം ശരിയാക്കി പ്രശ്നം പരിഹരിച്ചു. നമുക്ക് വെള്ളമില്ലാതെ ഇവിടുന്ന് കഷ്ടപ്പെടുകയായിരുന്നു. അപ്പോൾ ഏതായാലും ഇപ്പം താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് വെള്ളം ലഭിച്ചു. ന്യൂസ് കിട്ടിയ കഴിഞ്ഞ ഉടൻ തന്നെ അവർ വന്ന് താൽക്കാലികമായിട്ട് നേരത്തെ പൈപ്പ് കിടന്നത് തന്നെ 3/4 ഇഞ്ചിൻ്റെയാണ്. അതിൽ കൂടെ വെള്ളം തന്നു. പൈപ്പ് നേരത്തെ ഞങ്ങൾ പൈപ്പ് വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അത് സമ്മതിക്കാഞ്ഞ സ്ഥലത്താണ് ഈ 3/4 ഇഞ്ചിൽ കൂടെ തന്നിരിക്കുന്നത്. ട്രയൽ കഴിഞ്ഞു വെള്ളം വന്നു, അത്രയും കിട്ടി. ഇന്ന് താൽക്കാലികമായിട്ടാണ്, പിന്നെ വോട്ട് കഴിഞ്ഞിട്ട് പെർമനൻ്റായിട്ടുള്ള തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. അത് എന്നാൽ സന്തോഷം. നേരത്തെ ചെയ്യാൻ പറ്റുമായിരുന്നു പറയുകയും ചെയ്തു, പക്ഷേ അവരത് വകവെച്ചില്ല. അവരത് കേൾക്കുന്നില്ല. അവർ പറയുന്ന പുറത്തുകൂടെ തരുവുള്ളൂ, ഇരുമ്പ് പൈപ്പിൽ കൂടെ ഒക്കുകയുള്ളൂ, മുകളിൽ കൂടെ ഒക്കുകയുള്ളൂ എന്നൊക്കെ അന്നേരം പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ പറയുന്ന അവർ ഗവനിക്കുന്നേ ഇല്ല. ഇപ്പം ന്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പം 3/4 ഇഞ്ചിൽ കൂടെ വെള്ളം എത്തി. ഇനി അടുത്ത് ഭാവി ഇനിയും തുറന്ന് വിടുമ്പം എങ്ങനെ എത്തുമെന്ന് അറിയാം. ഇപ്പം എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് എത്തി തന്നു. അവർ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. അതിൻ്റെയൊക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. എത്ര നാളത്തിനുണ്ടെന്ന് അറിയത്തില്ല. എങ്കിലും പിന്നെ ഒരു 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പം സാധാരണ കിട്ടുന്ന 20 ദിവസം കൂടുമ്പോഴാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തിയാണ് ഇവിടെ ഇപ്പോൾ ജലവിതരണം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ അതുപോരാ, ശാശ്വതമായി ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. കോട്ടയം പത്തനാട് നിന്ന് ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.